കഴിഞ്ഞ മാസം അതായത് ഏപ്രിലിൽ ഞങ്ങൾ ഔട്ട്ലേഴ്സ് ക്ലബ്ബിൽ നിന്ന് ഒരു 2 ഡേ അല്ലെങ്കിൽ ഒരു 1 ഡേയും ഒരു നൈറ്റും ഒരു ഡേയും ഉള്ള രീതിയിലുള്ള ട്രിപ്പ് വെച്ചിരുന്നു. അപ്പോൾ സംഭവം എന്താ വെച്ചാൽ ഒരു റിട്രീറ്റ് ആയിരുന്നു. അതായത് ഈ മോഡേൺ ടെക്നോളജീസിലും ഈ എൻവയറമെൻറ്റിലൊക്കെ വർക്ക് ചെയ്ത് സിറ്റീസിലൊക്കെ വർക്ക് ചെയ്ത് പിരാന്തായ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പോൾ നമ്മളെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് ഒരു 2 ദിവസത്തൊക്കെ മറന്ന് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി നിന്ന് ശരിക്കും ഒന്ന് എൻജോയ് ചെയ്യാനും ഒന്ന് റിലാക്സ് ചെയ്യാനും പിന്നെ ഒന്നുപോലെ ബ്രദേഴ്സിൻ്റെ കൂടെ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഇവൻ്റ് ആയിട്ടാണ് വെച്ചിരുന്നത്. അപ്പോൾ നമ്മൾ ഇവൻ്റ് ഹോസ്റ്റ് ചെയ്തിരുന്നത് പാലക്കാടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടി വൈകുന്നേരം വന്ന് പിന്നെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് ഞങ്ങളെല്ലാവരും കൂടി അവിടെ തന്നെ ഫുഡ് കുക്ക് ചെയ്തിട്ട് കഴിച്ച് രാവിലെ ഓടി സൺറൈസ് ഒക്കെ കണ്ട് എന്നിട്ട് അവിടെ തന്നെ ഒരു ആക്ടിവിറ്റി ഒക്കെ ആയിട്ട് അങ്ങനെയാണ് സംഭവം ഇവൻ്റ് സെറ്റാക്കിയത്. അപ്പോൾ ആ ഇവൻ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്ത് ഒരു റിവ്യൂ സെഷൻ വെച്ചിരുന്നു. അപ്പോൾ ആ ഒരു റിവ്യൂ സെഷനിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് പോകാൻ നിൽക്കുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മളെ റിസോർട്ടിൻ്റെ മുമ്പിലുള്ള പുല്ലിൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് ഇങ്ങനെ ഓരോരുത്തർക്ക് ഇങ്ങനെ മൈക്ക് കൊടുത്തു സംസാരിക്കാൻ വേണ്ടിയിട്ട്. അതിലൊരു ചങ്ങായി, അതായത് ഏകദേശം ഒരു ലാസ്റ്റ് അല്ല അതിൻ്റെ കുറച്ച് മുമ്പായിരുന്നു, ആ ചങ്ങായിക്ക് മൈക്ക് കൊടുത്തപ്പോൾ അവൻ പറഞ്ഞു വെച്ചാൽ എനിക്കൊന്നും പറയാനില്ല, എന്നെ കൊണ്ടൊന്നും പറയാൻ കഴിയൂല, അത് ഇത്ര സൗണ്ടൊന്നും ഇല്ലാതെ പറയണേ, എനിക്കൊന്നും പറയാൻ കഴിയൂല, എനിക്ക് വേണ്ട എന്നുള്ള രീതിയിൽ. അത് ഇങ്ങനത്തെ എക്സ്പ്രഷൻ അല്ല, ഒരു നോർമൽ ഓൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ പുഷ് ചെയ്തു ആ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ട്. ഓൻ പറയണില്ല. അതായത് ഇതിൻ്റെ ഹെഡ്മിലാണ് ശരിക്കും ക്യാമറ വെച്ചിട്ടുള്ളത്. ഒരു ഫോൺ ഇങ്ങനെ ഹെഡ് മൗണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കണം, റിവ്യൂവിൻ്റെ വീഡിയോ. അപ്പോൾ നമ്മളിങ്ങനെ തലക്കാക്കുമ്പോൾ അതിനനുസരിച്ചൊരു മൂവ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓനൊന്നും പറയണില്ല, ഓനക്കൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ കുറച്ച് നേരം പുഷ് ചെയ്തിട്ട് പിന്നെ അവൻ പറയാതെ വന്നപ്പോൾ അടുത്ത ആൾക്ക് കൊടുത്ത് മൈക്ക് അങ്ങനെ പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ശേഷം എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞ് ലാസ്റ്റ് തവണ കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ആ മൈക്ക് മേടിച്ചിട്ട് ഒന്നുകൂടി അവൻ്റെ അടുത്ത് കൊടുത്തു. അപ്പോഴും അവന് സെയിം സംഭവം തന്നെ പറയുള്ളൂ, എനിക്കൊന്നും പറയാനില്ല, പരിപാടി ഉഷാറായിരുന്നു, ഇത്രേ ഉള്ളൂ, ഒന്നും പറയാൻ കിട്ടണില്ല നമുക്ക്. അപ്പോൾ ഓ പറയണത് വെച്ചാൽ അവനെ കൊണ്ട് പറയാൻ കഴിയൂല എന്നാണ്, പറയാൻ കഴിയൂല. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ഒന്നുകൂടി പറഞ്ഞത് ഇതൊന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി, എനിക്ക് എന്താണ് ആക്ച്വലി തോന്നിയത്, ജനുവിനിൽ ഇവിടെ വന്നതിൽ ഇത് ഇഷ്ടപ്പെട്ടുകണോ ഇല്ലേ അങ്ങനെ പറഞ്ഞു. അതിനൊപ്പം തന്നെ നമ്മളെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഓരോ ചുറ്റും ഇരിക്കുന്നുണ്ട്. ഞാനാണ് ശരിക്കും അവിടെ എണീറ്റിരിക്കണത്, ഓരോ എല്ലാവരും അവിടെ ഇരിക്കുകയാണ് മുമ്പിൽ. ശരിക്കും പ്രഷർ, എനിക്ക് നല്ല പ്രഷർ ഉണ്ട്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, കാണിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഓല് എന്ത് ചെയ്തു, ഒപ്പമുള്ള മെമ്പേഴ്സ് ഓലെ തന്നെ സെൽഫ് ഡെപ്രിക്കേറ്റ് ചെയ്യാന്നുള്ളതിന് പറയാം, അങ്ങനെ ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ പറഞ്ഞൊന്ന് ആലോചിച്ച് നോക്കി, ഞാൻ പാളി എത്ര ഒന്നും പാളിയിട്ടില്ലല്ലോ, ചമ്മിയിട്ടില്ലല്ലോ എന്നൊക്കെ. അപ്പോൾ അങ്ങനെ അവൻ്റെ കോൺഫിഡൻസ് കുറച്ച് ഇങ്ങനെ കൂടി. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നുകൂടി പുഷ് ചെയ്തു, കളിയാക്കുന്നതിൻ്റെ പകരം ഒന്നുകൂടി പുഷ് ചെയ്തു, കയ്യും അത് പറഞ്ഞിട്ട് പോയാൽ മതി. ഞാനും ആ ഒരു മൈൻഡിൽ തന്നെയാണ്, ഇത് പറഞ്ഞിട്ട് പോയാൽ മതി എന്നുള്ള മൈൻഡിൽ തന്നെ ഞാൻ വേറെ ആൾക്ക് കൊടുത്തില്ല. അതുകൊണ്ടാണ് അവർക്ക് ലാസ്റ്റ് മൈക്ക് കൊടുത്തത്. അങ്ങനെ അവസാനം ഇവരെ ജോക്സും പോലെ തന്നെ ജോക്സ് ചെയ്യലും ഓനെ കളിയാക്കുന്നതിൻ്റെ പകരം ഓനെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ ലാസ്റ്റ് പറഞ്ഞു, ഒരു സെൻറ്റൻസ് പറഞ്ഞു, 2 സെൻറ്റൻസ് പറഞ്ഞു, പിന്നെ 3 സെൻറ്റൻസ് പറഞ്ഞു. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് അറ്റൻഷൻ സ്പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടുനോക്കുക, ഞങ്ങൾക്ക് പ്ലേ ചെയ്തത്. പറടാ, ഒരു സെന്റൻസ് പറഞ്ഞാൽ മതി. അങ്ങനെ ജെനുവിനായിട്ട് തോന്നി. ഈ ഇവിടെ വൈകുന്നേരം വരെ വന്നതല്ലേ, അത് എന്നോട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് പറഞ്ഞില്ലേ, അങ്ങനെ റിസ്ക് എടുത്ത് വന്നതല്ലേ, അപ്പം അതിൻ്റെ ഒരു കാരണം ഉണ്ടാവുമല്ലോ. എന്നിട്ട് അത് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് എന്താ തോന്നിയത് ജെനുവിനിൽ വരും അതൊക്കെ വരും. അത് വരും, അതൊരു അങ്ങനെ ഒരു വിശ്വാസമാണ് വരൂല എന്നുള്ളത്. അത് ജെന്നെ പ്രൂവ് ചെയ്യണം. ഒരു സെന്റൻസ് പറഞ്ഞാൽ കഴിഞ്ഞു, അത്രക്കൊന്നും ആരും ആയിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ക്യാമ്പിനൊക്കെ പോണത്. എല്ലാവരും അറിയാത്ത ആൾക്കാരാണ്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പരിചയപ്പെട്ടോ? എല്ലാവരും പരിചയപ്പെട്ടു. ജെനുവിൻ ആയിട്ടുള്ള ഒരു അഭിപ്രായം. അതായത് നമ്മളിപ്പോൾ കുറേ ആക്ടിവിറ്റി ചെയ്തല്ലോ, ഇപ്പോൾ ഓടിയത് ആദ്യമായിട്ട് ഓടിയത് ഇങ്ങനെ ഒരു ആൾക്കാരൊപ്പം, പിന്നെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്തു, ഈ സംഭവം, അതേപോലെ ആ കുളിച്ചത്, ഇതിനെ കുറിച്ചുള്ള തുടങ്ങിയ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഫുൾ ഉറക്കായിരുന്നു. താങ്ക് യു ജെനുവിൻ റോ അൺഫിൽറ്റേർഡ്. ഓക്കെ, സെറ്റ്, മതി. ഇതെന്താ നിങ്ങൾ കണ്ടതെന്ന് വെച്ചാൽ ഇതാണ് ആക്ച്വൽ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൻ്റെ മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ ഓൻ്റെ ഒരു ബിലീഫ് സിസ്റ്റം ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ടാവും. ഓനെ കൊണ്ട് കഴിയൂല എന്ന് ഓൻ ഇത്രയും കാലം വിശ്വസിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് പെട്ടെന്ന് ഓൻ്റെ മൈൻഡ് ബ്രേക്ക് ആയിട്ട് ഓൻ തന്നെ ഓനക്ക് പ്രൂഫ് കൊടുത്തു, എന്നെ കൊണ്ട് കഴിയും എന്നുള്ള രീതിയിൽ. ഓൻ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചലഞ്ച് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ നല്ല പ്രോഗ്രസ് വെക്കും, അല്ല ഓൻ അതോടുകൂടി ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ ഷെക്കാവും ചെയ്യും. ഇറ്റ് ഈസ് അപ് ടു ദ പേഴ്സൺ, ബട്ട് ദാറ്റ്സ് വാട്ട് ആക്ച്വലി എ ഗുഡ് പ്രോഗ്രസ് ലുക്ക് ലൈക്ക്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് ആക്ച്വലി ഫ്രണ്ട്സിനെ ഉണ്ടാക്കുക എന്നുള്ളതും. ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായി പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ആ ഒരു ഇന്നർ ബിലീഫ്, ഇന്നർ സ്ക്രിപ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോകുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ, അതായത് നമ്മൾ സ്കൂൾ സിസ്റ്റത്തിൽ നിന്ന് പുറത്ത് കടന്നതിന് ശേഷം ആക്ച്വലി ഫ്രണ്ട്സിനെ ഉണ്ടാക്കാം റിയൽ ലൈഫിൽ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എനിക്ക് പറഞ്ഞുള്ളത് എന്താ വെച്ചാൽ ബിൽഡ് ഏജൻസി
ബിഫോർ യു ബിൽഡ് ഫ്രണ്ട്ഷിപ്പ്. ഏജൻസി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ്. അതായത് നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയും, വേറെ ആരും നമ്മളെ പറയാതെ പ്രഷർ ചെയ്യാതെ ഒന്നും ചെയ്യാതെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു സംഭവം. അപ്പം അതിനാണ് ഏജൻസി എന്ന് പറയാം. അപ്പോൾ അതാണ് ലൈഫിൽ എന്തൊരു സംഭവം ഉണ്ടെങ്കിലും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളത് നിങ്ങൾക്കൊരു വിശ്വാസമാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫൗണ്ടേഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആക്ച്വലി ചെയ്യാൻ കഴിയും എന്നുള്ള ബിലീഫ് നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ജസ്റ്റ് ഒരു ഫെയിലിയർ ഉണ്ടായാൽ തന്നെ, അല്ലെങ്കിൽ ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഔക്വേർഡായി തോന്നിയാൽ തന്നെ, അല്ലെങ്കിൽ ഒരാൾ കളിയാക്കി തന്നെ നിങ്ങൾ എന്താവും, നിങ്ങളുടെ കോൺഫിഡൻസ് ഫുൾ അടി പോകും. പിന്നെ നിങ്ങൾ അത് ട്രൈ ചെയ്യുകയേ ചെയ്യില്ല. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ എങ്ങനെ ഏജൻസി ബിൽഡ് ചെയ്തെന്ന് വെച്ചാൽ, ഫസ്റ്റ് എന്ന് പറയുന്നത് ഞാൻ ആക്ച്വലി സ്കൂളിലൊക്കെ അത്യാവശ്യം പെർഫോം ചെയ്യുന്ന ആളായിരുന്നു. അപ്പോൾ അവിടെ നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടായിരുന്നു, മാർക്ക്. പിന്നെ ഞാൻ ജിമ്മിൽ കൺസിസ്റ്റൻ്റ് ആയി പോയിട്ട് നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ഒരു ബോഡി ബിൽഡ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബ് ചാനലാണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും കുറച്ച് സബ്സ്ക്രൈബേഴ്സ് കൂടി വന്നു. അപ്പോൾ ഇതൊക്കെ എനിക്ക് എന്തുണ്ട്, ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. എന്നെ കൊണ്ട് ആക്ച്വലി ഒരു സംഭവം കഴിയുന്നുള്ളത്. ഞാൻ CA ഫൗണ്ടേഷനും CA ഇന്റർ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്തു, ഒക്കെ എൻ്റെ ഒരു ഭാഗമാണ്. പക്ഷേ നിങ്ങൾക്ക് അങ്ങനെ വലിയ വലിയ സംഭവങ്ങളോ അങ്ങനെ വലിയ വലിയ സംഭവങ്ങൾ ലൈഫിൽ അച്ചീവ് ചെയ്യുന്നു വേണ്ട എന്ത് ഏജൻസി ബിൽഡ് ചെയ്യാൻ. നിങ്ങൾക്ക് ഏറ്റവും ചെറിയ സംഭവങ്ങൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ തന്നെ ഇങ്ങനെ കിടക്കുകയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഇട്ട് പോകുന്നതിൻ്റെ പകരം ആ ബെഡ് കറക്റ്റ് വിരിച്ചാണ്ട് ഒന്ന് ഓർഡറിലാക്കി വെക്കുന്നത്. പിന്നെ ഇന്ന് വർക്കൗട്ട് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കൗട്ട് പോയി ആക്ച്വലി ചെയ്യുന്നത്. അലാറം അടിക്കുമ്പോൾ ഞാൻ 6 മണിക്ക് 7 മണിക്ക് എണീക്കുന്നുള്ള രീതിയിൽ അലാറം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അലാറം സ്നൂസ് ചെയ്യാതെ ആ ടൈമിൽ എണീക്കുന്നത്. ഇതൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങളാണ്, റൈറ്റ്? നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് ലൈഫിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല. പക്ഷേ ഇത് ചെറുതാണെന്നുണ്ടെങ്കിലും നമ്മളെ കൊണ്ട് ആക്ച്വലി ഒരു സംഭവം ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു സംഭവം ഏജൻസി ബിൽഡ് ചെയ്യുന്നതിൽ പ്രൂഫാണിത്, അല്ലെങ്കിൽ ട്രാക്ക് റെക്കോർഡാണ് നമ്മളവിടെ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, നമ്മളെ കൊണ്ട് ആക്ച്വലി സംഭവങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ള ആ ഒരു പ്രൂഫ് നമുക്ക് കൊടുക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മളെപ്പോഴും എങ്ങനെ കാണാം, ഒരു ലൂസറായി കണ്ടുണ്ടാവുക, നമ്മൾ ഒന്നും ചെയ്യാൻ കഴിയൂല എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത ഒന്നും അറിയാത്ത ആൾക്കാരുടെ അടുത്ത് പോയാണ് കോൺവെർസേഷൻ ഒക്കെ റെഡിയാക്കുക, പബ്ലിക് സ്പീച്ച് കൊടുക്കുക, അങ്ങനത്തെ സംഭവമൊക്കെ നമുക്ക് വലിയ എന്തോ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമായിട്ടേക്കാനും തോന്നാം. ഫസ്റ്റ് സ്റ്റെപ്പാണ് ഏജൻസി ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഇനി സ്റ്റെപ്പ് നമ്പർ 2 ആണ് ഫൈൻഡ് യുവർ എൻവയറമെന്റ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഫുൾ നമ്മൾ ആക്ഷനബിൾ സ്റ്റെപ്പായിട്ട് പറയുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്തുകൊണ്ട് ഫ്രണ്ട്സ് ഉണ്ടാക്കുന്നത് ബുദ്ധിമുട്ടാണ് സ്കൂൾ കഴിഞ്ഞിട്ട് എന്നുള്ള പറഞ്ഞെങ്കിൽ, ഈ ഒരു വീഡിയോയിൽ ഫുൾ ആക്ഷനബിൾ സ്റ്റെപ്പാണ്. അപ്പോൾ സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഫൈൻഡ് യുവർ എൻവയറമെന്റ്. അപ്പോൾ എപ്പോഴും നമുക്ക് കണക്ഷൻ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ വൺ ടൈം എക്സ്പോഷർ പോരാ. പകരം ഒരു റെഗുലർ ആയിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്ന ഒരു എൻവയറമെന്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരും. നിങ്ങൾ നേരെ പോയി കണ്ട് നിങ്ങൾക്ക് സോഷ്യൽ സ്കിൽസ് ബിൽഡ് ചെയ്യണം എന്നുള്ള രീതിയിൽ നേരെ പോയി കണ്ട് ഇപ്പോൾ സ്ട്രേഞ്ചേഴ്സിനൊക്കെ കോൾഡ് അപ്രോച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ, പുറത്ത് പോയി കണ്ട് ഞാൻ ഇന്ന് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പോവുകയാണെന്നുള്ള മിഷനോട് കൂടി ഒരു തീരെ ആൾക്കാരോട് സംസാരിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ സംസാരിച്ച് ട്രാക്ക് റെക്കോർഡ് ഇല്ലാത്ത ഒരാൾ നേരെ പോയിട്ട് സ്ട്രേഞ്ചേഴ്സിനോട് പോയി ഭയങ്കര കോൺവെർസേഷനൊക്കെ ഹോൾഡ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവിടെ പോയി കഴിഞ്ഞാൽ 99% അത് ഏറെ ഫെയിലർ ആവാനുള്ള ചാൻസ് ഉള്ളൂ. നിങ്ങൾ പിന്നെ നെഗറ്റീവ് പ്രൂഫായിരിക്കും ബിൽഡ് ചെയ്യേണ്ടാവും. എന്നാൽ അതേസമയം നിങ്ങൾക്ക് ഒരു സേഫ് എൻവയറമെന്റ് ചൂസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് പോകാൻ പറ്റുന്ന, സ്ഥിരമായിട്ട് ഷോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയറമെന്റ്, ലൈക്ക് ജിമ്മിൽ സ്ഥിരമായിട്ട് പോലെ. അപ്പോൾ ആ ജിമ്മിലുള്ള ആൾക്കാരായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ സുഖമായിരിക്കും. അല്ലെങ്കിൽ ഒരു റണ്ണിങ് ക്ലബ്ബിൽ ചേർന്നു, അപ്പോൾ സ്ഥിരമായിട്ട് റണ്ണിങ് ക്ലബ്ബിൽ പോകുമ്പോൾ ആൾക്കാരായിട്ട് ബിൽഡ് ചെയ്യാൻ സുഖമാണ്, കണക്ഷൻ ബിൽഡ് ചെയ്യാൻ. നമ്മൾ പണ്ട് സ്കൂളിൽ എങ്ങനെയായിരുന്നു കണക്ഷൻ ബിൽഡ് ചെയ്യുന്നത്, അതേപോലെ അവിടെ ഒരു സിസ്റ്റം ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ഫ്രം ഹോം ഒക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ സ്ഥിരമായിട്ട് ഒരേ ടൈമിൽ സെയിം കഫേയിലേക്ക് ഡെയിലി പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ അവിടെ ഫെമിലിയാരിറ്റി വരും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ടർഫിൽ ഫുട്ബോൾ കളിക്കുന്ന ടീമിനായിട്ടും അങ്ങനെ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്താണ്ട് അങ്ങനെ ഫുട്ബോൾ കളിക്കാൻ പോവുക ഡെയിലി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫിഷിംഗ് കമ്മ്യൂണിറ്റി ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു എൻവയറമെന്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ, റെഗുലർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരായിട്ടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ഒന്നുകൂടി സുഖമായിരിക്കും. അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് 2 സംഭവങ്ങളാണ്. അതിലൊന്നെന്ന് പറയുന്നത് ആ എന്ത് എൻവയറമെന്റ് ആണ് നിങ്ങൾ ചൂസ് ചെയ്തത് അത് നിങ്ങൾ ജെനുവൻലി ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ട് ചൂസ് ചെയ്തതാണ്. അല്ലാതെ നിങ്ങൾ ഫ്രണ്ട്സിനെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകല്ല. അപ്പോൾ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ ശരിക്കും താല്പര്യം ഉണ്ടായത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ജിമ്മിൽ പോകുന്നത്, അല്ലാതെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം എന്നുള്ള ഗോൾ കൊണ്ടല്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ജിമ്മ് പെട്ടെന്ന് കൺസിസ്റ്റൻസി അവിടെ ഡ്രോപ്പ് ആവും. എന്താണോ സംഭവം നമ്മൾ ചൂസ് ചെയ്യണത്, അതിനിപ്പോൾ ബാഡ്മിൻ്റൺ ആയിക്കോട്ടെ, ജിം ആയിക്കോട്ടെ, റണ്ണിങ് ക്ലബ്ബ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫിഷിംഗ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആ ഒരു സംഭവത്തിനോട് ജെനുവൻലി ഇൻട്രസ്റ്റ് ഉണ്ടായത് കൊണ്ടാവണം നമ്മൾ അവിടെ പോകുന്നത്. ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് അവിടെ റെപ്പറ്റീഷൻ ഉണ്ടാവണം. അതായത് ഒറ്റവട്ടം പോകുന്ന ഇവന്റ് അല്ല. ഇപ്പോൾ സോഷ്യൽ സ്കിൽസ് ഉണ്ടാക്കാൻ കല്യാണത്തിന് പോയി കണ്ട് ഉണ്ടാക്കാൻ വിചാരിക്കണം. അപ്പോൾ അതൊരു വൺ ടൈം ഇവന്റ് ആണ്. അവിടെ പോയി കഴിഞ്ഞാൽ എത്രത്തോളം പെർഫോമൻസ് ഉണ്ടാവും എന്നുള്ളത് ആലോചിച്ചാൽ മതി. അതിന് പകരം എല്ലാ ദിവസവും ഇങ്ങനെ റെഗുലർ ആയിട്ട് ഇപ്പോൾ ജിം മെമ്പർഷിപ്പ് ഒക്കെ പോലെ റെഗുലർ ആയിട്ട് നടക്കുന്ന ഇവന്റ് അല്ലെങ്കിൽ എൻവയറമെന്റിൽ പോകും. ആ ഒരു റെഗുലാരിറ്റിയാണ് എന്തുണ്ടാക്കുക, ഫെമിലിയാരിറ്റി ഉണ്ടാക്കുക. അപ്പോൾ ഒരാളായിട്ട് കണക്ഷൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം, ഫെമിലിയാരിറ്റി വേണം. നിങ്ങൾ ഒരാളെ ജിമ്മിൽ ആദ്യമായിട്ട് കാണാൻ വിചാരിച്ചു, അപ്പോൾ അവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടല്ല. ഒരു 4ാം വട്ടമൊക്കെ കാണാൻ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾ തലങ്ങനെ ആക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇങ്ങനെ കാണാൻ തുടങ്ങിയിട്ടുണ്ടാവും. പിന്നെ ഏകദേശം ഒരു 8ാമത്തെ 10ാമത്തെ വട്ടമാകുമ്പോഴായിരിക്കും നിങ്ങൾ ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം പറയാം. പിന്നെ ഒരു 20 വട്ടമൊക്കെ കണ്ടു, അതായത് കുറേ കാലം 1 മാസം കൺസിസ്റ്റന്റ് ആയി കണ്ട ഒരേ ടൈമിലാണ് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴേക്കാരം ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ആവാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇങ്ങനെ ഫെമിലിയാരിറ്റി വരുമ്പോൾ, നമ്മൾ ഡെയിലി ഇങ്ങനെ കണ്ട ആളെങ്ങനെ കണ്ട് അങ്ങനെ ഫെമിലിയാരിറ്റി വരുമ്പോൾ 2 ആളെ സൈഡിൽ നിന്ന് എന്താ ഉണ്ടാവും, ആ ഒരു ആങ്സൈറ്റി അതേപോലെ ആ ഫ്രിക്ഷൻ ഒക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ഒന്നുകൂടി സുഖമാണ്. ഇനി 3ാമത്തെ സ്റ്റെപ്പാണ് ഹൗ ടു ആക്ച്വലി സ്റ്റാർട്ട് എ കോൺവെർസേഷൻ എന്നുള്ളത്.
അപ്പൊ ഇവിടെയാണ് അധികം ആൾക്കാർ അഡ്വൈസ് ഫെയിൽ ആവുന്നത്. ആരും നിങ്ങൾക്ക് പറഞ്ഞല്ല എക്സാക്ട്ലി നിങ്ങൾ തീരെ സംസാരിക്കാത്ത ഒരാളാണ്, നിങ്ങൾ നേരെ ജിമ്മിൽ പോയി കണ്ട് ഒരാളോട് സംസാരിക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആദ്യമായിട്ട്. അപ്പൊ അത് നിൽക്കുമ്പോൾ നിങ്ങൾ ആ ഫ്രീസ് ആണ മൂവ്മെന്റിനെ കുറിച്ച് ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വലിയ സ്റ്റെപ്പുകളാണ്. നമ്മൾ നേരെ ഒരു സ്ട്രേഞ്ചറിന്റെ അടുത്ത് പോയി കണ്ടൊരു കോൺവെർസേഷൻ നടത്താൻ പോവുകയാണെന്നുള്ളത് ഫസ്റ്റ് നമുക്ക് കുറച്ചൊരു ഇമ്പോസിബിൾ ആയി തോന്നാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ വലിയ വലിയ സംഭവങ്ങൾ ആദ്യം ചിന്തിക്കുന്നതിന്റെ പകരം സ്റ്റാർട്ട് വെരി സ്മോൾ. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏത് സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ ഒരു ഷോപ്പ് എവിടെയാണ്, അല്ലെങ്കിൽ ആ സ്ഥലം എവിടെയാണ്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകാനുള്ള വഴി ഏതാണ്, ഇങ്ങനത്തെ ഡയറക്ഷൻസ് ചോദിക്കുക, അല്ലെങ്കിൽ സമയം എന്തായി ചോദിക്കുക. ഇങ്ങനത്തെ ചെറിയ ചെറിയ സാധനങ്ങളുണ്ടല്ലോ, ഇങ്ങനത്തെ സംഭവങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ആയിട്ട് വെച്ച് ഇനിഷ്യേറ്റ് ചെയ്യാം. ഇതൊക്കെ കേട്ടാൽ ഭയങ്കര ചെറുതായി തോന്നും. പക്ഷെ ഇവിടെ എന്താ നിങ്ങൾ പ്രൂവ് ചെയ്യണമെന്ന് അറിയോ, അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ നിങ്ങളോട് പ്രൂവ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരിക്കലും നേരെ ഒരാളോട് പോയി കണ്ട് ഫുള്ള് ലൈഫ് സ്റ്റോറി മൊത്തം തുറന്നു പറയലല്ല. അപ്പോൾ ആരും ഇതേപോലത്തെ അത്രയും വേഴ്സ്റ്റ് സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ, കാരണം എന്താ അധികം ആൾക്കാർ ഇപ്പോൾ ആ സിറ്റുവേഷനിലാണ്. ആ ഒരു കോവിഡ് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അധികം ഈ ഒരു ജെൻസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ അടിയിലുള്ള ജനറേഷൻ്റെ ഒക്കെ ഏറ്റവും കൂടുതൽ കിട്ടുന്ന കംപ്ലയിൻസ് ആണ്, അല്ലെങ്കിൽ ഒരു പറയുന്നതാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് പറയുന്നതാണ് എനിക്ക് തീരെ കോൺഫിഡൻസ് ഇല്ല, പുറത്ത് പോകുമ്പോൾ ആൾക്കാരോട് സംസാരിക്കാൻ വയ്ക്കണില്ല അങ്ങനത്തെ സംഭവം. അപ്പോൾ അത് ആ ഒരു ലെവലിലേക്ക് നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, വലിയ സംഭവങ്ങൾ ചെയ്യാൻ പറ്റൂല. അത് കുറച്ച് പണിയായിരിക്കും. പറ്റില്ല എന്നല്ല, ഇമ്പോസിബിൾ അല്ല എന്നല്ല, അത് കുറച്ചുകൂടി നമുക്ക് ഉള്ളിലൊരു പേടി ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ തീരെ ചെയ്യാതിരിക്കും. അതിന് പകരം ഏറ്റവും ചെറിയ സ്റ്റെപ്പിൽ ഇതുപോലത്തെ ഡയറക്ഷൻസ് ചോദിക്കുക, അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് പ്രൂഫ് ബിൽഡ് ചെയ്യണ ഫസ്റ്റ് സ്റ്റെപ്പ് ആയത്. ഇത് ആക്ച്വലി എന്താ സംഭവം എന്ന് വെച്ചാൽ സോഷ്യൽ റെപ്സ് ആണ്. അതായത് ഏത് സ്കില്ല് ബിൽഡ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം, റിപ്പിറ്റേഷൻ വേണം. അപ്പോൾ ആ റിപ്പിറ്റേഷൻ ആണ്, സോഷ്യൽ റിപ്പിറ്റേഷൻസ് ആണ് ഈ പറഞ്ഞ സംഭവങ്ങൾ. പിന്നീട് നിങ്ങൾ ഏകദേശം ഈ ഒരു സംഭവം, നിങ്ങൾ ഈ ഡയറക്ഷൻ ചോദിക്കൽ അങ്ങനത്തെ ചെറിയ ചെറിയ സംഭവങ്ങൾ, അതായത് ഒരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഒരു 5 or 10 വട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ നിങ്ങളെ ബോഡി പിന്നെ അതൊരു ത്രെറ്റ് എന്നുള്ള രീതിയിൽ നിന്ന് ട്രീറ്റ് ചെയ്യുന്നതിന് പകരം അതൊരു നോർമൽ സംഭവം ഇങ്ങനെ ട്രീറ്റ് ചെയ്യും. അതായത് അവിടെ നിന്ന് ഒരു ആങ്സൈറ്റി എന്ന് പറഞ്ഞ സംഭവം വളരെ രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാവും. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു സംഭവത്തിൽ നിന്ന് ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ഇൻ അതർ പീപ്പിൾ എന്ന് പറയുമല്ലോ, ആ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. അപ്പൊ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും ഡെയിൽ കാർണിഗി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡർ. മൂപ്പരെ ലൈഫ് മൊത്തം സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ ഹ്യൂമൻ ബിഹേവിയറും അതുപോലെ സോഷ്യൽ സ്കിൽസും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പഠിക്കുന്നതിലാണ്. മൂപ്പര് എഴുതിയൊരു ഫേമസ് ബുക്കാണ് ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ഓഫ് പീപ്പിൾ എന്നുള്ളത്. അപ്പൊ അതിൽ പറയുന്ന സംഭവങ്ങൾ എന്താണ്, ബി ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ഇൻ അതർ പീപ്പിൾ എന്നാണ് ഒരാളായിട്ട് സംസാരിക്കുമ്പോൾ. അതായത് നമ്മളെ ഒരാള് അയാളുടെ ഒരു ഫേവറേറ്റ് പേഴ്സൺ ആയിക്കാണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഒരാൾക്ക് ഒരു ഇഷ്ടപ്പെടണമെന്നുണ്ടെങ്കിൽ, സംസാരിക്കാൻ വേണ്ടി താല്പര്യം വരണമെന്നുണ്ടെങ്കിൽ ബി ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ഇൻ അതർ പീപ്പിൾ, സിംപ്ലി പറയണമെന്നുണ്ടെങ്കിൽ. അപ്പൊ അതിന് മുമ്പ് പറയുന്ന കുറച്ച് ആക്ഷനബിൾ സ്റ്റെപ്പുകളുണ്ട്. അതായത് സംസാരിക്കുമ്പോൾ ഒരാളെ പേര് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് സംസാരിക്കുക. അയാളെ പേരിന്റെ അത്ര അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സംഭവം വേർഡ് വേറെ ഉണ്ടാവില്ല സൈക്കോളജിക്കലി. അപ്പോൾ പേര് പറഞ്ഞിട്ട് സംസാരിക്കാം. നമ്മളിപ്പോൾ നോർമലി ഒരാളെ കൂടുതലും മെസ്സേജ് അയക്കുകയാണെങ്കിലും വോയിസ് വിടുകയാണെങ്കിലൊക്കെ ഞാനൊക്കെ ആദ്യം ചെയ്തതിനാണ് നിങ്ങൾ അങ്ങനെ രീതിയിലേക്ക് അധികം പറയുണ്ടാവും. പക്ഷെ നമ്മൾ ആക്ച്വലി എടാ റഷാദെ, എടാ സീമെ, എടാ ഹനാനെ എന്നൊക്കെയുള്ള രീതിയിൽ വോയിസ് വിടുകയാണെന്നുണ്ടെങ്കിൽ ആ ഫസ്റ്റ് തന്നെ അവർക്ക് കിട്ടാൻ പോകുന്ന ഒരു ഡോപ്പമിൻ സ്പൈക്ക് ആയിരിക്കും. അപ്പോൾ പേര് കൂടുതൽ വിളിക്കുക. അതുപോലെ തന്നെ ആക്ച്വലി ഓരോ കാര്യങ്ങളിൽ ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ആയിരിക്കുക, അല്ലാതെ ഫേക്ക് ആയിക്കാണ്ട് കാണിക്കല്ല. ഓരോ ഇങ്ങനെ കോൺവെർസേഷൻ ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവം നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവം ഓരോ ഉള്ളിൽ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ആ സംഭവങ്ങളെ കുറിച്ച് കൂടുതൽ ചോദ്യം ചോദിക്കുക. ഓക്കെ, ഫേക്ക് ആയിക്കാണ്ട് ഓല് ചെയ്യണത് ബോറാണെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാന്നില്ല. പകരം ഓല് പറഞ്ഞ അടിയിൽ ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ആയ എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കുക. അപ്പോൾ ഓൽക്ക് അത് പറഞ്ഞു തരാനും നല്ല ഇഷ്ടമായിരുന്നു. പിന്നെ അടുത്താണ്, ആർക്കും വേറെയുള്ളവരെ കുറിച്ചല്ല കൂടുതൽ അറിയേണ്ടത്, അവനാനെ കുറിച്ച് കൂടുതൽ പറയാണ് വേണ്ടത്, സത്യം പറയണമെന്നുണ്ടെങ്കിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ വേറെയുള്ളവർ പറയുന്നത് ലിസൺ ചെയ്യുന്നത് ആരാണോ, ഏറ്റവും നല്ല ലിസണർ ആരാണോ, ഓലായിരിക്കും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടം. അതുപോലെ തന്നെ ലിസണർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിന്റെ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റുള്ളൂ, ക്യൂരിയോസിറ്റി കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ബി എ ഗുഡ് ലിസണർ. അതായത് ഞാനിപ്പോൾ ഒരു റേഷ്യോ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്ന ഒരു റേഷ്യോ ആണ്, ഇത് എവിടെ സയന്റിഫിക്കലി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു 60-40 അല്ലെങ്കിൽ ഒരു 70-30 എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കാം. നമ്മളൊരാളായിട്ടും ഒരു കോൺവെർസേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊന്നും എനിക്ക് അങ്ങനെ 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ ഒന്നും ഇരുന്ന് സംസാരിക്കണം വളരെ കുറവായിട്ടുണ്ടോ. പിന്നീട് ഞാൻ ഈ കോണ്ടന്റ് ക്രിയേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഇന്നെ തന്നെ ഞാൻ അങ്ങനെ പുഷ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോഴൊക്കെയാണ് ഞാൻ അങ്ങനെ സംസാരിക്കുന്നത്. അപ്പോൾ നമ്മളൊരു കഫേയിലൊക്കെയാണ്, നമ്മളൊരാളെ മീറ്റ് ചെയ്യാൻ പോവാണ്, നെറ്റ്വർക്ക് ചെയ്യാൻ പോവാണ്, അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ടിനെ ജസ്റ്റ് ക്യാച്ചപ്പ് ചെയ്യണേ വിചാരിച്ചോ. അപ്പോൾ നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 70% അതിൻ്റെ ഒരു എൻ്റെ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഒരു 60% ഓലെ കുറിച്ചായിരിക്കണം, നമ്മളെ കുറിച്ചാവരുത്. എല്ലാവരും ഉണ്ടാവും ഫസ്റ്റ് തന്നെ നമ്മളൊരാളെ കാണണമെങ്കിൽ ഫുൾ അവനാൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ തുറന്ന് പറയാന്നുള്ളത്. ശരിക്കും അങ്ങനത്തെ ആൾക്കാരെ സൈക്കോളജിക്കലി ബാക്കിയുള്ളവർക്ക് അത്ര ഇഷ്ടപ്പെടില്ല. അതേസമയം നമ്മളെ കുറിച്ച് പറയും, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയും, സംഭവങ്ങളൊക്കെ പറയും ഇവർ ചോദിച്ചു കഴിഞ്ഞാൽ. പക്ഷെ കൂടുതൽ നമ്മൾ ഓല കാര്യങ്ങൾ പുറത്ത് കൊണ്ടുവരാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ആൾക്ക് നമ്മളെ കൂടുതൽ ഇഷ്ടമുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ഒരാളോട് സംസാരിച്ച് കുറച്ച് ദിവസം മുമ്പ് സംസാരിച്ചിരുന്നു. അപ്പോൾ ലാസ്റ്റ് ടൈം അയാൾ പറഞ്ഞത് എന്തോ ഒരു പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യാണ്, അല്ലെങ്കിൽ എന്തോ ഒരു സ്ഥലത്തേക്ക് ട്രിപ്പ് പോകുന്നുണ്ട്, അങ്ങനെ എന്തോ ഒരു സംഭവം പറഞ്ഞു. അപ്പോൾ ഇത് അടുത്ത പ്രാവശ്യം അയാളെ കാണുമ്പോൾ ശരിക്കും ആ ഒരു സംഭവം ഓർമ്മയിൽ നിൽക്കലും അതുപോലെ തന്നെ അതിനെക്കുറിച്ചൊരു ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അയാൾക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടും. അതുപോലെ തന്നെ വേറെ സംഭവമാണ് ഡെയിൽ കാർണിഗി പറയുന്നത്,
ഒന്ന് സ്മൈൽ ചെയ്യാന്നുള്ളതുണ്ട്, പക്ഷെ അത് എപ്പോഴും ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് വിയേർഡാവും. എനിക്ക് അങ്ങനത്തെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ അത് ജെനുവിൻ ഇൻട്രസ്റ്റിംഗ് ആയുള്ള സംഭവം ഉണ്ടാകുമ്പോൾ അതൊരു കറക്റ്റ്, ഇതൊക്കെ ശരിക്കും സോഷ്യൽ സ്കിൽസ് ആണ്. ഇതൊന്നും നമുക്ക് ആക്ച്വലി പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ലേനു, നമ്മൾ പക്ക ഒരു റിയൽ ലൈഫിൽ ജീവിക്കുന്ന ആളെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇപ്പം എന്താണ്, ആൾക്കാരോടുള്ളത് ഇൻട്രാക്ഷൻ കുറഞ്ഞു ഇതൊക്കെ ഇപ്പോൾ ആക്ച്വലി പഠിപ്പിച്ച എൻ്റെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് മൈസെൽഫ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ സ്മൈലിങ്ങിൻ്റെ കേസ് കഴിഞ്ഞിട്ട് പിന്നെ മുമ്പ് പറയുന്ന സംഭവമാണ് ജെനുവിൻലി അപ്രിഷിയേറ്റ് എനിത്തിങ് ദാറ്റ് നിങ്ങൾക്ക് ഇംപ്രസീവ് ആയി തോന്നി എന്തെങ്കിലും. അതായത് ഇപ്പോൾ ഒരാൾ ഒരു ഹാർഡ് വർക്ക് ചെയ്താണ്, ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്താണ് എന്തൊരു സംഭവം ബിൽഡ് ചെയ്തു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റ് നടത്തി, അല്ലെങ്കിൽ അയാളെ സംബന്ധിച്ച് അതൊരു വലിയൊരു കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവം ചെയ്ത് കഴിഞ്ഞാൽ അപ്രിഷിയേറ്റ് ഇൻ പബ്ലിക് ബട്ട് ക്രിട്ടിസൈസ് ഇൻ പ്രൈവറ്റ്, അങ്ങനെ ഒരു സംഭവം പറയുന്നുണ്ട് ഡെയിൽ കാർനെഗി. അതായത് നമുക്ക് എല്ലാവർക്കും സ്റ്റാറ്റസ് ഗെയിം കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്കാരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് ഗ്രൂപ്പിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒരു റാൻഡം ഫ്രണ്ട് ഗ്രൂപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറേ സ്റ്റാറ്റസ് ഗെയിം കളിച്ച ആൾക്കാരുണ്ടാവും. അതായത് വേറെ ആൾക്കാർ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ കുറേ ആൾക്കാരെ ഇടയിൽ ഇട്ടാണ്ട് അയാളെ കളിയാക്കിയാണ്ട് അയാളങ്ങോട്ട് പറ്റില്ലാതാക്കിയാണ്ട് ഇയാളെ സംഭവമാവും ഈ കളിയാക്കുന്ന ആള്. അതാണ് സ്റ്റാറ്റസ് ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് വേറെ ആളെ താത്തിയിട്ട് നമ്മൾ വലുതാവുക എന്നുള്ളത്. ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എക്സാക്ട് ഓപ്പോസിറ്റ് ആണ്. അതായത് ഓലെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് പബ്ലിക് ആയിട്ടാണ്. പകരം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരാളെ നെഗറ്റീവ് പറയാണ്ടെന്നുണ്ടെങ്കിൽ അയാളോട് നേരെ പോയി പറയാം, വേറെ എല്ലാവരുടെ മുമ്പിൽ വെച്ചാണ് അയാളെ കളിയാക്കുന്നതിന് പകരം. പിന്നെ അയാൾ എന്തെങ്കിലും നല്ലത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ അപ്രീഷിയേറ്റ് ചെയ്യാം. ഇതൊക്കെ ശരിക്കും ഒരു എംപ്ലോയർക്കൊക്കെ വേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ക്വാളിറ്റിയാണ്. കാരണം എംപ്ലോയേഴ്സിനൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ ഉണ്ടാവും. എംപ്ലോയീസിനെ എന്തെങ്കിലും നെഗറ്റീവ് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് ആൾക്കാർ മുമ്പ് നിന്നിട്ട് നാണം കെടുത്തുകയും ചെയ്യും. ഒരു നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്യൂല. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇനി ഒരുപാട് പോയിന്റുകൾ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ബുക്ക് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാണ്, ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് ബൈ ഡെയിൽ കാർനെഗി. അപ്പോൾ അതിലുള്ള ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ബേസിക് സാധനങ്ങളാണ്, പക്ഷെ അതുപോലും നമുക്ക് അറിയില്ല. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഒരാളോട് ബേസിക്കലി എന്തൊക്കെ കാര്യങ്ങൾ ഒരു കോൺവെർസേഷൻ നമ്മൾ പുലർത്തണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം മൂപ്പര് പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ അടുത്ത് റിയലൈസ് ചെയ്തൊരു സംഭവം, ഒരിക്കലും എന്തെങ്കിലും തിരിച്ച് പ്രതീക്ഷിച്ചിട്ട് ആരെടുത്തൊക്കെ ഇത് ചെയ്യാൻ പോകരുത്, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ടാക്ടിക്സ് ഒക്കെ ഉപയോഗിക്കരുത്. അപ്പോൾ അതൊരു മാനിപ്പുലേഷൻ പോലെയായി. പകരം നിങ്ങളൊരാളുടെ ജെനുവിൻലി നിങ്ങളൊരു കോൺവെർസേഷനിൽ ആരാണെന്നുണ്ടെങ്കിലും ഒരു കോൺവെർസേഷനിൽ നിങ്ങൾ ഇങ്ങനെ ഒരാളായിരിക്കും. ഈ ക്വാളിറ്റീസ് ഡെവലപ്പ് ചെയ്യാം. ആസ് എ പേഴ്സൺ ഇങ്ങനത്തെ ക്വാളിറ്റീസ് ഉള്ള ആളാവുക. പകരം നമ്മളൊരു ഫ്രണ്ടിനെ കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ണറിനെ കിട്ടാൻ വേണ്ടിയിട്ടോ തിരിച്ചൊരു ഗോള് സംതിങ് ഇൻ റിട്ടേൺ എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര രീതിയിൽ ഡിസപ്പോയിന്റഡ് ആവും. അപ്പോൾ ഇത് നല്ലൊരു ക്വാളിറ്റി പകരം ഇതൊരു മാനിപ്പുലേഷൻ രീതിക്കായി മാറും. ഒരിക്കലും ഇവിടുത്തെ ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രണ്ടിനെ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, ആ രീതിയിലാവരുത്. അപ്പോൾ ആരും നമ്മുടെ കോൺവെർസേഷൻ്റെ കാര്യങ്ങളൊക്കെ മാറും. പകരം ജെനുവിൻലി ബാക്കിയുള്ളവരെ മേലിൽ ഇൻട്രസ്റ്റഡ് ആവുക, ജെനുവിൻലി ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരാളാവുക, ഒരു നല്ല ലിസണർ ആവുക. അപ്പോൾ ഫ്രണ്ട്ഷിപ്പൊക്കെ എന്താവും, ഓട്ടോമാറ്റിക് വരും. ഇനി അടുത്ത സ്റ്റെപ്പ് 4 ആണ്. ഇത് എത്രത്തോളം റിലവൻ്റ് ആണെന്ന് എനിക്കറിയില്ല, കാരണം ഇതൊരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ചിലപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം തീരെ സോഷ്യൽ സ്കിൽസ് ഇല്ലാത്ത ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇനി ബിൽഡ് ചെയ്യേണ്ട ആൾക്കാർക്ക്, സീറോയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള സ്റ്റെപ്പായിരിക്കും. ബട്ട് ആക്ച്വലി ഫൈൻഡിങ് ദ റൈറ്റ് പീപ്പിൾ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെപ്പ് 4 ഞങ്ങൾക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം, ഷെയർ ചെയ്തുതരാം. എൻ്റെ ഇപ്പം അടുത്തുണ്ടായ അപ്പോൾ ഞാൻ ഒരു 2 ഫൗണ്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവരെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കഫേയിൽ പോയി. അപ്പോൾ ആ 2 ഫൗണ്ടേഴ്സിൻ്റെ കൂടെ ഓലൊപ്പം വർക്ക് ചെയ്യുന്ന പോലെ ടീം മെമ്പറും ഉണ്ടായിരുന്നു. ഒരു എംപ്ലോയി എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ടീം മെമ്പറും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഫൗണ്ടറിൽ ഒരാൾ ക്രിയേറ്ററുമാണ്, ഒരാൾ ഓപ്പറേഷൻസ് മാനേജർ, അതായത് മെയിനായിട്ട് അതിൻ്റെ ടീമിനെ മാനേജ് ചെയ്യുന്ന ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മൂപ്പരാണ്. ഒരാൾ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഇങ്ങനത്തെ സംഭവം മാർക്കറ്റിംഗ് സൈഡൊക്കെ അയാളുമാണ്. അപ്പോൾ ഏകദേശം എൻ്റെ ഏജിലുള്ള ആൾക്കാർ തന്നെയാണ്, എന്നെക്കാട്ടും 1-2 വയസ്സ് കൂടുതലുള്ളൂ. അപ്പോൾ ഇവരൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, കോണ്ടന്റ് റിലേറ്റഡ് അല്ല, പകരം ബിസിനസ് റിലേറ്റഡ്, ടീം മാനേജ്മെന്റ് അങ്ങനത്തെ. അപ്പോൾ ഞാൻ പോലെ മെസ്സേജ് അയച്ചിരുന്നു നിങ്ങൾക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത്. അപ്പോൾ അങ്ങനെ കഫേയിൽ വരാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ കഫേയിൽ പോയി ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ ഇവർ 2 അത്യാവശ്യം എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ഒരുപാട് പബ്ലിക് സ്പീച്ചസും ഗസ്റ്റ് ആയിക്കാണ്ട് അപ്പിയർ ചെയ്യണ ഇങ്ങനത്തെ ആൾക്കാരാണ്. ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പക്ക ഒരു സോഷ്യൽ ഇൻസെക്യൂർ സ്റ്റേജിൽ നിന്ന് ഇങ്ങനെ വളർന്ന് വരുന്ന ആളാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എനിക്ക് പെട്ടെന്ന് കളിയാക്കലുകളും ബുള്ളിങ് ഒക്കെ കൊള്ളും. പക്ഷെ ഇപ്പം ഞാൻ കുറേ രീതിയിൽ അതിന് ഓവർകം ചെയ്യും. പക്ഷെ സ്റ്റിൽ ആ ഒരു പഴയ ലൂപ്പുകൾ ഇപ്പോഴും ഉണ്ട്, ഫുള്ളായിട്ട് ബ്രേക്ക് ആയിട്ടില്ല, നമ്മളിങ്ങനെ വളർന്ന് വരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഓല് 3 ആളുണ്ട്. അപ്പോൾ ഓരോട് സംസാരിക്കാൻ പോയപ്പോൾ കുറച്ച് നേരം സംസാരിച്ചപ്പോൾ തന്നെ എനിക്ക് എല്ലാവരും ഒരു പിക്ചർ ഐഡിയ കിട്ടി. അതിൽ ഒരാൾ എന്ന് പറയുന്നത്, ഒരു ഫൗണ്ടർ എന്ന് പറയുന്നത് ഒരു ന്യൂട്രൽ പേഴ്സണാലിറ്റി ഉള്ള ആൾ. അതായത് നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യും, പിന്നെ കുറച്ച് സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് ആള്. ഓക്കെ. രണ്ടാമത്തെ ഫൗണ്ടർ എന്ന് പറയുന്നത് കുറച്ച് ലെവലിക്ക് സ്റ്റാറ്റസ് ഗെയിം കളിക്കുന്ന ആളാണ്. അപ്പോൾ എന്താ പറയുക, നമ്മളെ ചെറുതായിട്ടൊന്ന് ക്രിട്ടിസൈസ് ചെയ്യുക, കളിയാക്കുക, ഒരു വേറെ രീതിയിലുള്ള ജോക്സുകൾ പറയുക, അതിൻ്റെ ഒപ്പം സീരിയസ് ആയിട്ടുള്ള സ്ട്രൈറ്റ് ഫോർവേഡ് പോയിന്റ്സും പറയുന്നുണ്ട്, പക്ഷെ വളച്ചൊടിച്ച് പറയുക, അങ്ങനത്തെ ഒക്കെ രീതിയിലുള്ള ഒരു ക്യാരക്ടറാണ്. അത് അയാൾ അങ്ങനെയാണ്, ഇപ്പം മോശമാണോ എന്നാണ് നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ അത് കുറച്ച് ഡിഫിക്കൽട്ടാണ്, അയാളെ ഏറ്റവും
ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളത് കുറച്ച് പണിയാണ് എന്നെ സംബന്ധിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഈ വീഡിയോ ഉണ്ടാക്കുന്ന കാണുന്ന ആൾക്കാർ എന്തായാലും കൂടുതൽ ആൾക്കാരും അതിനങ്ങോട്ട് അടിയത്തെ സ്റ്റേജിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇങ്ങനത്തെ ഒരാളാണെന്നുണ്ടെങ്കിൽ, കുറച്ചൊരു സ്റ്റാറ്റസ് ഗെയിം കളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ, ഒന്ന് നമ്മളെ കളിയാക്കണേ അല്ലെങ്കിൽ ഒന്ന് നമ്മൾ നെഗറ്റീവ് പോയിന്റ് എടുത്ത് കാണിക്കണം അങ്ങനത്തെ ഒരു ആളാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ആ ഒരു ആളെ പിടിച്ചെടുക്കാൻ കുറച്ച് പണിയൊക്കെ. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത്, എടുത്ത് പറയാനുള്ളത് ആ ഒരു ടീം മെമ്പറിൻ്റെ കേസാണ്. ആ ടീം മെമ്പറിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ലൗഡോ അങ്ങനെ ഭയങ്കര രീതിയിൽ സ്റ്റാറ്റസ് ഗെയിം കളിക്കുക അങ്ങനൊന്നുമല്ല. പകരം നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അത് അങ്ങനെ അല്ലേനോ ഇങ്ങനെ അല്ലേനോ. അതുപോലെ തന്നെ ഞാൻ CA കിട്ടിയതിനെ കുറിച്ചും സ്റ്റുഡിയോനെ കുറിച്ചും ഇതൊക്കെ ഇങ്ങനെ ചോദിച്ചു. ഇന്ന് പ്രത്യേകിച്ച് കളിയാക്കിയിട്ടൊന്നുമില്ല. പിന്നെ ഞാൻ പറയുമ്പോൾ ഈ ഫൗണ്ടേഴ്സിന് മനസ്സിലാവാത്ത സംഭവം ഇവൻ പറഞ്ഞു കൊടുക്കുക ഞാൻ എന്താ ചോദിച്ചതെന്നുള്ളത്. അപ്പം ആക്ച്വലി അതൊരു നല്ല ക്വാളിറ്റിയാണ്. അപ്പം എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ ഇതുപോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഞാൻ ഓൻ്റെ പാസ്റ്റും കാര്യങ്ങളൊക്കെ നോക്കി. അപ്പം ആക്ച്വലി ഓൻ എന്താ വെച്ചാൽ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ലൈഫിലൂടെ കടന്നു പോയിട്ട് ഓനെ തന്നെ ട്രാൻസ്ഫോം ചെയ്ത ഒരാളാണ്. അപ്പോൾ സ്വന്തമായിട്ട് ഓൾറെഡി ഇങ്ങനെയുള്ള സിറ്റുവേഷനിലൂടെ പോയ ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് വേസ്റ്റ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അനുഭവിച്ചിട്ട് പിന്നെ അതിന് റിക്കവർ ചെയ്ത ആൾക്കാർക്ക് അറിയുണ്ടാവും നിങ്ങളിപ്പോൾ ഏത് സ്റ്റേജിലാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഓരോ അതെന്ത് ചെയ്യുക, അതിനെടുത്ത് പിന്നെ ആ ഒരു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മുറി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മുറി വീണ്ടും വീണ്ടും ഇങ്ങനെ വലുതാക്കാൻ നോക്കൂല. പകരം ശരിക്കും പോലും നിങ്ങളെ ജെനുവിൻലി ഹെൽപ്പ് ചെയ്യാനേ നോക്കുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം മനസ്സിലായത്. അതിന് നമ്മൾ എമ്പതി എന്നൊക്കെ പറയും. അതൊക്കെ സോഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ഭാഗമാണ്. സോഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഇൻ്റലിജൻസ് എന്ന് പറയുമ്പോൾ ആകെ ഒറ്റ ഇൻ്റലിജൻസേ കാണുള്ളൂ. ബുക്കിൽ പഠിച്ചാണ് നല്ല മാർക്ക് വാങ്ങുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് എൻ്റെ കൺസെപ്റ്റ്. പക്ഷേ ബുക്കിൽ നിന്ന് മാർക്ക് വാങ്ങുന്നത് ഒരു ഇൻ്റലിജൻസ്, ആൾക്കാരോട് നല്ല രീതിയിൽ സംസാരിക്കുന്നത് ഒരു ഇൻ്റലിജൻസ്, അതുപോലെ ഇപ്പോൾ എന്തെങ്കിലും ഇവൻറ്റ് കാര്യങ്ങളൊക്കെ നടത്തുകയാണെങ്കിൽ അതൊരു ഇൻ്റലിജൻസ്, അതേപോലെ നമ്മൾ ബിസിനസ് ചെയ്യുകയാണെങ്കിൽ ലോങ് ടേം പ്ലാനിങ് സ്ട്രാറ്റജി അത് വേറെ ഇൻ്റലിജൻസ്. അങ്ങനെ ഒരുപാട് രീതിയിലുണ്ട്. ഇത് ജസ്റ്റ് ഒരു ഒറ്റ സ്ട്രൈറ്റ് സാധനമല്ല. അല്ലെങ്കിൽ കുറേ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ കാണാപ്പാടം പഠിച്ചത് മാത്രമല്ല. അപ്പോൾ ഈ എമ്പതി കാണിക്കുന്നത് അതേപോലെ ഇമോഷണൽ കോഷ്യൻ്റ് ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സ്ഥലത്തേക്ക് എനിക്ക് ഭയങ്കര ലാക്കിംഗ് ഉണ്ട്. പക്ഷേ ബിസിനസ് സ്ട്രാറ്റജി ഇങ്ങനത്തെ സ്ഥലത്തേക്ക് എനിക്ക് അത്യാവശ്യമുണ്ട് പഠിക്കുന്ന കേസിൽ അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്ക് ഇവിടെ ബിൽഡ് ചെയ്യണം, അതിൻ്റെ ഒരു ഗോളാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ഇതുപോലെയുള്ള ആൾക്കാർ ജെനുവൻലി നമ്മളോട് എമ്പതി കാണിക്കുന്ന ആൾക്കാർ, സോഷ്യൽ ഇൻ്റലിജൻസ് അത്യാവശ്യമുള്ള കുറച്ചു ഡിഫിക്കൽട്ട് ലൈഫിലൂടെ പോയി പിന്നെ അതിന് റിക്കവർ ആയി വന്ന ആൾക്കാരൊക്കെ നമ്മളെ പെട്ടെന്ന് കഴുകന്മാരെ പോലെ വലിച്ച് കീറൂല. അപ്പോൾ അങ്ങനെയുള്ളവരോട് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ ഒന്നുകൂടി സുഖമായിരിക്കും. ഇത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ ഞാൻ കുറച്ച് സോഷ്യൽ സ്കിൽസ് ബിൽഡ് ചെയ്തതിന് ശേഷമായിരിക്കും എനിക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ഞാൻ പറഞ്ഞുതരാണ് ആസ് എ പോയിന്റ്, ഇഫ് യു ക്യാൻ ഫൈൻഡ് ദ റൈറ്റ് പീപ്പിൾ, ഫൈൻഡ് ജെനുവിൻലി ഇൻട്രസ്റ്റഡ് പീപ്പിൾ ഇൻട്രസ്റ്റഡ് ഇൻ യു, ദാറ്റ് വിൽ ബി ഹെൽപ്ഫുൾ. ഇനി സ്റ്റെപ്പ് 5 ആണ്. ഇപ്പം നമ്മൾ എങ്ങനെ ആൾക്കാരായിട്ടും കണക്ഷൻ ബിൽഡ് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഇങ്ങനെ നമുക്ക് പരിചയമുള്ള ഒരാളെ ആക്ച്വലി ഒരു അക്വൈൻറ്റൻസ് എന്നുള്ള രീതിയിൽ ഒരു പരിചയമുള്ള ആളെ ഒരു റിയൽ ഫ്രണ്ട് ആക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. റിയൽ ഫ്രണ്ട് ആക്കാം എന്നല്ല, ആക്ച്വലി ഒരു ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ഫോം ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതാണ് സ്റ്റെപ്പ് 5. അപ്പോൾ നോർമലി എല്ലാവരും ഇപ്പോൾ പറഞ്ഞു തന്നത് അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അഡ്വൈസ് പ്രകാരമൊക്കെ നിങ്ങൾക്ക് ഫെമിലിയാരിറ്റി ഉണ്ട്. നിങ്ങൾ ഒരുപാട് പ്രാവശ്യം അയാളെ മീറ്റ് ചെയ്തു, കുറേ മാസങ്ങളോളം നിങ്ങൾ ഒരാളെ മീറ്റ് ചെയ്തു, ജിമ്മിന്നോ അല്ലെങ്കിൽ കഫേന്നോ അല്ലെങ്കിൽ ബുക്ക് ക്ലബ്ബിന്നോ അല്ലെങ്കിൽ ലൈബ്രറിന്നോ എവിടുന്ന് ആയിക്കോട്ടെ, അങ്ങനെ സ്ഥിരമായിട്ട് മീറ്റ് ചെയ്ത് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയെന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടിലുള്ള ആരെങ്കിലും നിങ്ങൾ കൂടെ കുറേ കാലമായിട്ട് സംസാരിക്കേണ്ടെന്ന് കരുതി അത് നിങ്ങളെ ഫ്രണ്ട് എന്ന് പറയാനായിട്ടില്ല. ജെനുവിൻ ഫ്രണ്ട്ഷിപ്പ് ഫോം ആവണമെന്നുണ്ടെങ്കിൽ, ഒരാളായിട്ട് ഒരു ഹ്യൂമൻ ബീങ്ങിനായിട്ടും കണക്ഷൻ ഫോം ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണ്ടി വരും? വൾനറബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം വേണ്ടി വരും. അതായത് എന്താണോ റിയൽ യു, ദ റിയൽ യു, അതെന്താണെന്ന് അടുത്ത ആൾ മനസ്സിലാക്കേണ്ടി വരും. ഇപ്പം നമ്മൾക്ക് എല്ലാവർക്കും ഒരു മാസ്ക് ഉണ്ടാവും, അല്ലെങ്കിൽ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാവും, നമ്മളൊരു വേർഷൻ. ആ ഒരു വേർഷനെ കാര്യം നമ്മൾ ഫസ്റ്റ് ഇൻട്രാക്ഷനിലൊക്കെ കാണിക്കുന്നുണ്ടാവുക ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടുള്ള നല്ല ഡ്രസ്സിംഗ് ഒക്കെ ചെയ്യുന്ന. പക്ഷെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഉള്ളിലൊരു റിയൽ യു എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. ഇത് എല്ലാവർക്കും ഉണ്ടാവുന്നില്ല ഞാൻ പറയുന്നത്, പക്ഷേ എനിക്കൊക്കെ എക്സ്പെഷ്യലി ഉണ്ടായിരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു എക്സ്പീരിയൻസ് പറഞ്ഞുതരാം. എനിക്ക് ചെറു പ്രായത്തിൽ തന്നെ അല്ലെങ്കിൽ കുറച്ച് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ തന്നെ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ള സംഭവം ഭയങ്കര ഒരു ബുദ്ധിമുട്ടായി മാറി. അന്നുണ്ടായ കുറച്ച് എക്സ്പീരിയൻസ് കാരണം നമ്മളെ കൂട്ടത്തിലുള്ള അല്ലെങ്കിൽ അത്രയും ട്രസ്റ്റ് ചെയ്തിരുന്ന ആൾക്കാർ, നമ്മൾ കൂടുതൽ ഷെയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ചില പ്രശ്നങ്ങൾ തന്നെ നമ്മളെ എന്താ പറയുക ഫ്രണ്ട്സ് അല്ലാതായി. പിന്നെ ഇപ്പോഴും മര്യാദക്ക് ഒരു ജെനുവിൻ കണക്ഷൻ അല്ലാതായി. കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു പെർഫോമൻസ് ഉള്ള രീതിയിലേ മുണ്ടുള്ളൂ. ആ ഒരു പഴയ കണക്ഷൻ ഒന്നുമില്ല. അങ്ങനെ ഒരു 1-2 കൊല്ലം ഞാൻ ഒറ്റയ്ക്കായിരുന്നു ക്ലാസ്സിലേക്ക്. അപ്പോൾ ആ ഒരു സംഭവം ഉണ്ടായതിൻ്റെ ശേഷം പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമുക്ക് വൾനറബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം, അല്ലെങ്കിൽ നമുക്ക് ശരിക്കും ഉണ്ടായിരുന്ന ചലഞ്ചസ്, പ്രോബ്ലംസ്, അല്ലെങ്കിൽ ഇപ്പം നമ്മൾ സ്റ്റെക്കായി നിൽക്കുകയാണ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വേറുള്ളവരോട് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അയാളെ ട്രസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ എന്താ വെച്ചാൽ ആൾക്കാരെ ട്രസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാനെങ്ങനെ ഇതിൻ്റെ ആ ഒരു സ്ട്രോങ് വേർഷൻ, എപ്പോഴും പോസിറ്റീവായ വേർഷൻ, ഈ സംഭവങ്ങൾ മാത്രമേ ഞാൻ ആൾക്കാരുടെ മുമ്പിൽ കാണിക്കുള്ളൂ. എനിക്ക് ശരിക്കുള്ള ചലഞ്ചസോ സ്ട്രഗിൾസോ അങ്ങനത്തെ സംഭവം ഞാൻ തുറന്ന് പറയൂല. അപ്പോൾ അത് ശരിക്കും ട്രസ്റ്റ് ഇഷ്യൂസ് ആണ്. അപ്പോൾ അത് വേറെ പ്രശ്നമാണ്, സൈക്കോളജിക്കൽ പ്രശ്നമാണ്. അതിന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഒരാളായിട്ട് ജെനുവിൻ കണക്ഷൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും? ആ ഒരു സംഭവം എപ്പോഴും ഒരാളടുത്ത് കൊണ്ടുപോയിട്ട് നെഗറ്റീവ് സാധനങ്ങൾ കൊണ്ടുപോയി കൊട്ടുകയെന്നല്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. എപ്പോൾ ഓരോപ്പം വർത്താനം പറഞ്ഞാലും ഓരോ ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുള്ളൂ.
അങ്ങനെയുള്ള ആൾക്കാരല്ല ഞാൻ പറയണേ. ഒരു 90% അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആളാവണം എന്നല്ല ഞാൻ പറയുന്നത് നിങ്ങളോട്. എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ സംസാരിക്കുക. പക്ഷെ ശരിക്കും നമ്മളൊരു ചലഞ്ചിലാണ്, നമ്മൾ സ്റ്റക്കാണ്, ഇപ്പം നമുക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ആളോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ട്രസ്റ്റ് ചെയ്യുന്ന ഒരാൾ, അപ്പോൾ അതെങ്ങനെ ആ ഒരു ലെവലിലേക്ക് എത്തുള്ളൂ? മാസങ്ങൾ എടുക്കും ചിലപ്പോൾ. കുറേ കാലമായിട്ട് കണക്ഷൻ ബിൽഡ് ചെയ്ത് പിന്നെ പതുക്കെ നിങ്ങൾ ഔട്ട്സൈഡ് ഓഫ് ദ എൻവയറമെന്റ്, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു സേഫ് എൻവയറമെന്റ് മീറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു എൻവയറമെന്റിന് പുറമെ നിങ്ങൾ മീറ്റ് ചെയ്യാൻ തുടങ്ങി, നിങ്ങൾ ഒരുമിച്ച് ഫുട്ബോൾ കളിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് കഫേയിലൊക്കെ പോയി സംസാരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങൾ ഇവന്റുകൾക്ക് ഒരുമിച്ച് പോകാൻ തുടങ്ങി, അല്ലെങ്കിൽ ട്രിപ്പ് പോകാൻ തുടങ്ങി, പിന്നെയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ ബോണ്ട് കൂടി വരുള്ളൂ. അങ്ങനെ കൂടി വന്ന് അയാളോടുള്ള ട്രസ്റ്റ് നല്ല രീതിയിൽ ബിൽഡ് ആയതിനു ശേഷം എന്ത് ചെയ്യാം, എപ്പോഴും പറയരുത്, പക്ഷെ ഇടയ്ക്ക് നിങ്ങൾ അത്രയും സ്റ്റക്കായി നിൽക്കുന്ന ടൈമിൽ വാട്ട് ഈസ് ദ റിയൽ യു, ദ ജെനുവിൻ യു, ആ ഒരു സംഭവം തുറന്നു പറയുമ്പോൾ നിങ്ങൾ ആ ഒരു സൈഡ് മൂപ്പര് കാണുമ്പോൾ ആ ഒരു മനുഷ്യന്മാർ തമ്മിലുള്ള കണക്ഷൻ കൂടും. അപ്പോൾ അതാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും ഒരാളെ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നല്ല കമ്പനിയാണെന്ന് കരുതി അത് നമ്മുടെ ഫ്രണ്ട് എന്ന് പറയാൻ പറ്റില്ല, അറിയുന്ന ആള്, അത്രേ ഉള്ളൂ. അപ്പോൾ അവിടെ നിങ്ങളുടെ വൾണറബിലിറ്റി നമ്മൾ ഷോ ചെയ്യുമ്പോൾ നമ്മൾ ആരാണെന്ന് കാണിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓരോ അതേപോലെ തന്നെ ആരാണെന്ന് ഒരു കാണിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഷെയർ ചെയ്താൽ ഓലും തിരിച്ച് ഷെയർ ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓലും ആ ഒരു പ്രൊട്ടക്റ്റീവ് സർക്കിളിലെ ബബിൾ ഇങ്ങനെ നിൽക്കുക വരും. അപ്പോൾ അങ്ങനെ ആ ഒരു ബബിൾ ബേസ്റ്റ് ആകുമ്പോഴായിരിക്കും ആ ഒരു രണ്ടാള് റിയൽ സൈഡുകൾ നമ്മൾ കാണാൻ തുടങ്ങാം. ചില ആൾക്കാരുണ്ടാവും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അതെടുത്താണ്ട് നമ്മളെ മുതലാക്കും. നമ്മൾ അങ്ങനെ വൾണറബിൾ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്ത എല്ലാ ഫ്രണ്ട് മീറ്റിങ്ങിലും നമ്മളെ കളിയാക്കാനുള്ള ഒരു റീസൺ ആയിരിക്കും അത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരുപാട് കാലങ്ങൾ ചിലപ്പോൾ സ്പെൻഡ് ചെയ്തിട്ട് ആൾ ആരാണെന്ന് കറക്റ്റ് മനസ്സിലാക്കിയതിൻ്റെ ശേഷമൊക്കെ ഇങ്ങനെ നമുക്ക് വൾണറബിൾ ആവാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞാൻ തീരെ ഇത് തുറന്നു പറയില്ല, പക്ഷെ ഇപ്പം അടുത്താണ് പിന്നെ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് കാര്യങ്ങളൊക്കെ ഫോം ചെയ്യാൻ തുടങ്ങിയത്. ആൻഡ് ഐം സ്റ്റിൽ വർക്കിംഗ് ഓൺ ഇറ്റ്. ഇനി അവസാനത്തെ സ്റ്റെപ്പാണ് സ്റ്റെപ്പ് 6, ബിക്കം ക്രിഞ്ച് റെസിസ്റ്റന്റ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ കൊണ്ടൊന്നും ഒരു ഉപകാരം ഉണ്ടാവില്ല. എപ്പോൾ അറിയോ, നിങ്ങളിത് ഒരു വട്ടം ചെയ്യാൻ പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ. ഞാൻ ഒരുപാട് ആക്ഷനബിൾ സ്റ്റെപ്പ് പറഞ്ഞു. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾ ഒരു വട്ടം ചെയ്തിട്ട് നിങ്ങൾ ഒരു ഫ്രണ്ടിനെ ഉണ്ടാക്കാം എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടിയാണ് പോകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഈസി ആയിക്കാരം എന്നുള്ള രീതിയിലാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജെനുവിനായിട്ട് ഒരു സംഭവം സക്സസ് ആവാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കണില്ല. ആക്ച്വലി ഇവിടെ നിങ്ങൾ ബിൽഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്രിഞ്ച് റെസിസ്റ്റൻസ് ആണ്. അതായത് പ്രതീക്ഷിച്ചാണ്ട് തന്നെ പോവാം. ഔക്വാഡ് ഇക്കാരം നല്ല രീതിയിൽ എക്സ്പ്രഷൻസോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ചിലപ്പോൾ പറയാനൊന്നും കിട്ടൂല, ഉള്ളിൽ നല്ല ആങ്സൈറ്റി ഉണ്ടാവും, ചിലപ്പോൾ കളിയാക്കലുകൾ വരും. ഇതൊക്കെ എക്സ്പെക്ട് ചെയ്തിട്ട് വേണം പോകാൻ. അതുപോലെ തന്നെ ഒരു വട്ടം വീണു എന്ന് കരുതി നിങ്ങൾ തോറ്റിട്ടില്ല, പക്ഷെ നിങ്ങൾ അതോടുകൂടി നിർത്തി നിങ്ങൾ ട്രൈ ചെയ്യണില്ല എന്ന് ആലോചിക്കുകയാണെങ്കിലാണ് കഴിഞ്ഞത്. അപ്പോൾ നാണം കെടും, ചിലപ്പോൾ ആൾക്കാരുടെ ഇടയിൽ തന്നെ നാണം കെടും, ചിലപ്പോൾ നമ്മൾ ഉള്ളിൽ ഇങ്ങനെ ചെറിയൊരു ക്രിഞ്ച് മൂവ്മെന്റ് ഉണ്ടാവും. അപ്പോൾ ആക്ച്വലി അതെന്ത് ചെയ്യുക, അത് ഓക്കെയാണ്, അത് ഫൈനാണ്, ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിൽ ക്രിഞ്ച് ആവാൻ തയ്യാറാവുക. എന്നിട്ട് കുറച്ച് വട്ടം ആ ക്രിഞ്ച് ഇങ്ങനെ ആവുമ്പോൾ എന്താവും, നിങ്ങൾ ക്രിഞ്ച് റെസിസ്റ്റന്റ് ആവും. ഇപ്പോൾ നിങ്ങൾ കോണ്ടന്റ് ക്രിയേഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ കേസ് തന്നെ പറയാം, ഇപ്പോൾ കുറേ ആൾക്കാർ സ്റ്റോറി ഇടുമ്പോൾ ഭയങ്കര ഒരു പേടി കയറും. സ്റ്റോറിയിൽ ചിലപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായാലോ ഗ്രാമർ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എൻ്റെ സ്റ്റോറിയിൽ ഉണ്ടാവുമ്പോൾ കുറേ ആൾക്കാർ റിപ്ലൈ തരലുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ ഞാൻ ചെയ്യേണ്ടത് ചിലപ്പോൾ ഞാൻ ഇന്ന് ന്യായീകരിക്കുക എനിക്കറിയില്ല, പക്ഷെ ഞാൻ അത് കെയർ ചെയ്യില്ല. ഞാൻ ആ സ്റ്റോറിയിൽ ഏകദേശം ഓൾക്ക് ആ ഒരു കൺസെപ്റ്റ് കിട്ടിയോ എന്നാൽ പിന്നെ ഞാൻ ആ സ്റ്റോറി ഇട്ടാണ് പോകും. ഇപ്പോൾ അതിൽ 2 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആക്കിയാണ് പിന്നീട് ഞാൻ അങ്ങനെ നോക്കലില്ല. അപ്പോൾ എന്താ വെച്ചാൽ ക്രിഞ്ച് റെസിസ്റ്റൻസ് ആണ്. ഇനിയിപ്പോൾ ഞാൻ ഇന്നെ പോലെ അങ്ങനെ കണ്ടാൽ എനിക്ക് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ്. ചിലപ്പോൾ എൻ്റെ കോണ്ടന്റിൽ ചിലപ്പോൾ പൊട്ടത്തരങ്ങളൊക്കെ പറയുന്നുണ്ടാവും, പക്ഷേ ഇതേപോലത്തെ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ ഓരോ വേർഷൻ ഓഫ് ക്രിഞ്ച് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ വൺസ് നിങ്ങൾ അങ്ങനെ കുറേ വട്ടം പുറത്തേക്ക് പോയി ആൾക്കാരോട് സംസാരിച്ച് പിന്നെ അതൊന്നും വിഷയമില്ലാതാകുമ്പോൾ നിങ്ങൾ ക്രിഞ്ച് റെസിസ്റ്റന്റ് ആവും. അപ്പോഴാണ് നമ്മളെ ബുള്ളി ചെയ്യാൻ നോക്കുകയാണെന്നുണ്ടെങ്കിലും സ്റ്റാറ്റസ് ഗെയിം കളിക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നും നമുക്കത് എന്ത് ചെയ്യില്ല, ഏൽക്കൂല. അപ്പോൾ ഇവിടെയുള്ള ശരിക്കത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരിക്കലും നിങ്ങൾ ക്രിഞ്ച് മൂമെന്റ്സ് നിങ്ങൾക്ക് ഉണ്ടാവുമോ എന്നുള്ളതല്ല, അതെന്തായാലും ഉണ്ടാവും, പക്ഷെ അത് നിങ്ങൾക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റുമോ, എന്നിട്ട് മുമ്പൊക്കെ പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. സോ ലാസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ ഓൺലൈൻ കമ്മ്യൂണിറ്റീസിനെ കുറിച്ചാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു മാർഗ്ഗമില്ല എന്നുണ്ടെങ്കിലും ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുന്നത് നല്ലൊരു മാർഗ്ഗമാണ് ഫ്രണ്ട്സിനെ ക്രിയേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ കണക്ഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോഷ്യൽ മീഡിയനെക്കാട്ടും ബെറ്റർ ആയിട്ട് ഞാൻ പറയാനുള്ളത്, എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് സോഷ്യൽ മീഡിയ ഒരിക്കലും ഇപ്പോൾ സോഷ്യൽ അല്ല എന്നുള്ളത്. അപ്പോൾ ഓൺലൈൻ കമ്മ്യൂണിറ്റീസ് എന്ന് പറയുമ്പോൾ ഫ്രീ കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും. ഡിസ്കോഡ്, റെഡിറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൽ ജെനുവിനായിട്ട് ആൾക്കാർ പോലെ എന്താ പറയുക, വെൻഡിങ് എന്നൊക്കെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ വൾണറബിലിറ്റി ഷോ ചെയ്യുക, നമ്മളെ പ്രശ്നങ്ങളോട് സംസാരിക്കുക, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് കണക്ഷൻസ് ബിൽഡ് ചെയ്യാം. പക്ഷെ മലയാളികൾ ഉപയോഗിക്കുന്നത് കുറവാണ് റെഡിറ്റും കാര്യങ്ങളൊക്കെ, ഡിസ്കോഡിലൊക്കെ. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെയ്ഡ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഇപ്പോൾ കേരളത്തിൽ ഓരോ കമ്മ്യൂണിറ്റീസ് വന്നുകൊണ്ടിരിക്കുന്നു. ഞാനൊരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്നുണ്ട്, ഔട്ട്ലേസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട്. നിങ്ങളിപ്പോൾ ഒരു ബ്രദർഹുഡ് കമ്മ്യൂണിറ്റി ആഗ്രഹിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഞാനിപ്പോൾ ഒരു 99 റുപ്പീസ് പെർ മന്തോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഒരു ജനറൽ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഒരു ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ട് കൂടുതൽ ആൾക്കാരെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർ വരുന്ന രീതിയിൽ. ഇപ്പോൾ ഔട്ട്ലേസ് ക്ലബ്ബ് എന്ന് പറയുന്നത് ഞങ്ങൾ വാട്സപ്പിലൊക്കെയാണ് റൺ ചെയ്യുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് ഒരു ലിമിറ്റഡ് എമൗണ്ട് ഓഫ് മെമ്പേഴ്സിന് നമുക്ക് കയറ്റാൻ പറ്റുള്ളൂ. ആ ഒരു കണക്ഷനൊക്കെ അവിടെ വെക്കണം എന്നുണ്ടെങ്കിൽ, ആ ഒരു എന്താ പറയുക, ആ ഒരു രീതിയിൽ, ആ ക്വാളിറ്റിയിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഔട്ട്ലേസ് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിലോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഞാനൊരു കമ്മ്യൂണിറ്റി തുടങ്ങാൻ നിൽക്കുന്നുണ്ട്.
അത് കുറച്ചുകൂടി ബിഗിനേഴ്സിന് വേണ്ടിയിട്ട്, അപ്പോൾ വലിയ എക്സ്പെൻസ് ഇല്ലാതെ തന്നെ ഒരുപാട് ഇത് ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി. അപ്പോൾ അതുപോലെ പല കമ്മ്യൂണിറ്റീസും കേരളത്തിലുണ്ടാവും. അങ്ങനെയുള്ള പെയ്ഡ് കമ്മ്യൂണിറ്റീസിലാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ക്വാളിറ്റി ഉള്ള ആൾക്കാരെ നിങ്ങൾക്ക് കിട്ടും. ഇനി അതുമല്ല, നിങ്ങൾക്ക് ഓഫ്ലൈൻ ഫോക്കസ്ഡ് കമ്മ്യൂണിറ്റീസ് ഉണ്ടാവും, റൺ ക്ലബ്ബ് പോലുള്ള അങ്ങനെയൊക്കെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഓൺലൈനിൽ ഒരു പ്രസൻസ് ഉണ്ടാവും, പക്ഷെ പോലെ മെയിൻ കാര്യങ്ങൾ വരുന്നത് ഫുൾ ഓഫ്ലൈൻ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള കമ്മ്യൂണിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽ ലൈഫിൽ ആൾക്കാരെ പരിചയപ്പെടാം. അപ്പോൾ അതൊക്കെ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമ്മൾ വീഡിയോ കൺക്ലൂഡ് ചെയ്യാണ്. ലാസ്റ്റ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ കാണുന്ന എക്സ്ട്രോവേർട്സ് അല്ലെങ്കിൽ സോഷ്യൽ ബട്ടർഫ്ലൈ എന്നൊക്കെ പറയുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഒരിക്കലും പോലെ ജന്മന അങ്ങനെയുള്ള ഒരാളല്ല. പകരം സംഭവം വെച്ചാൽ ഇത് ഒരുപാട് സൈക്കോളജി റിലേറ്റഡ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ആരാണ്, അല്ലെങ്കിൽ നമ്മൾ ജെനുവിൻലി ആരാണെന്നുള്ളത് പുറത്ത് കാണിക്കുമ്പോൾ നമുക്കൊരു സേഫ് ട്രീറ്റ്മെന്റ് ആണ് കിട്ടിയെന്നുണ്ടെങ്കിൽ, നമ്മളെ പാരൻസിന്റെ ഒക്കെ ആയിക്കോട്ടെ, ടീച്ചേഴ്സിന്റെ ഒക്കെ ആയിക്കോട്ടെ, നമ്മളൊപ്പം ഉണ്ടായിരുന്ന ഫ്രണ്ട്സിന്റെ ഒക്കെ ആയിക്കോട്ടെ, പോലെ നമ്മൾ ആരാണോ ആ രീതിക്ക് അക്സെപ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ നമ്മൾ ഭയങ്കര രീതിയിൽ സെക്യൂർ ആയിട്ടുള്ള രീതിയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരും ഗ്രോ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് കോൺഫിഡൻസും സോഷ്യൽ സ്കിൽസൊക്കെ അത്യാവശ്യം ഉണ്ടാവും. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞ സംഭവം കൂടുതലുണ്ടാവും. പക്ഷെ നമ്മൾ ജെനുവിൻ ആയിട്ടുള്ള ഭാഗം നമ്മൾ കാണിച്ചപ്പോൾ, പുറത്ത് കാണിച്ചപ്പോൾ നമുക്ക് കളിയാക്കലുകൾ, അല്ലെങ്കിൽ നമ്മളെ പാരൻസ് നമ്മളെ ചീത്ത രീതിയിൽ ട്രീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ചീത്ത രീതിയിലൊക്കെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വേറെ രീതിയിലുള്ളൊരു മാസ്ക് അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി നമ്മൾ ബിൽഡ് ചെയ്യും നമ്മളെ മോൾക്ക്. അതായിരിക്കും നമ്മൾ ആൾക്കാരുടെ മുമ്പിൽ കാണിക്കണൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള സംഭവങ്ങളാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ട് വരുന്നുള്ളൂ. പക്ഷെ മനസ്സിലാക്കുക, ഈ സോഷ്യൽ സ്കിൽസും കരിസ്മയും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് സ്കിൽസ് ആണ്. ആൾക്കാരെ റീഡ് ചെയ്യാനുള്ള കഴിവ്, ആൾക്കാർക്ക് അനുസരിച്ച് കോൺവെർസേഷൻ്റെ സ്റ്റൈല് മാറ്റാനുള്ള കഴിവ്, അതുപോലെ തന്നെ എന്താ പറയുക, കൂടുതൽ ആൾക്കാരെ ഒപ്പം ഒരു 1 to many കോൺവെർസേഷൻ ഹോൾഡ് ചെയ്യാനുള്ള കഴിവ്, 1 to 1 ഹോൾഡ് ചെയ്യാനുള്ള കഴിവ്, കറക്റ്റ് എക്സ്പ്രഷൻ ഇടാനുള്ളത്, സാഹചര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കാനുള്ളത്, ജോക്സ് പറയാനുള്ളത്, ഇതൊക്കെ ശരിക്കും എന്താണ് ഒരു സെറ്റ് ഓഫ് സ്കിൽസ് ആണ്. അപ്പോൾ ഇത് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇത് ജന്മനുള്ള ഒരു സംഭവമല്ല, ഇതുപോലെ ബിൽഡ് ചെയ്തിട്ട് തന്നെയാണ് ഒരു മറ്റാൾക്കാരിൽ നിന്ന് കണ്ടു പഠിച്ച സംഭവങ്ങളാണ്. അപ്പോൾ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഇത് ബിൽഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറേ ബുക്ക് വായിച്ചിട്ടോ കുറേ വീഡിയോസ് കണ്ടിട്ടോ മാത്രം കാര്യമില്ല. അതൊക്കെ ജസ്റ്റ് ഒരു വട്ടം കാണി അങ്ങനെ ബേസിക് കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ബേസിക് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലാവും. എന്നിട്ട് എന്ത് ചെയ്യുക, റിയൽ ലൈഫിൽ ഇത് പോയി അപ്ലൈ ചെയ്യുക. ശരിക്കും ഇത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം, കുറേ വട്ടം ക്രിഞ്ച് ആവാൻ തയ്യാറാണെങ്കിൽ മാത്രം സംഭവങ്ങൾ റെഡി ആവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ജെനുവിൻലി, കാരണം ഏറ്റവും എനിക്ക് പറയാനുള്ളത് ലൈഫിൽ സക്സസ് ആവാനുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് സ്കിൽ തന്നെയാണ് എന്ത്, ആൾക്കാരെ മര്യാദക്ക് ഡീൽ ചെയ്യാൻ പഠിക്കുക എന്നുള്ളത്. കാരണം നമുക്കൊരു ടീമിനെ ബിൽഡ് ചെയ്യണമെങ്കിലോ നമ്മളെ കൂടെ ആൾക്കാർ നിൽക്കണമെന്നുണ്ടെങ്കിലോ ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം, സംസാരിക്കാൻ കഴിയണം ആസ് എ ഹ്യൂമൻ ബീങ്. അപ്പോൾ വൺ ഓഫ് ദ പവർഫുൾ സ്കില്ലാണ് സോഷ്യൽ സ്കിൽസ് എന്നുള്ളത്. അത് ഒരിക്കലും എന്തല്ല, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ ടൈം എഫേർട്ട് കൊടുക്കുക എന്നുള്ളത് ഒരു മോശമായിട്ടുള്ള കാര്യമല്ല. പിന്നെ സംബന്ധിച്ചിൻ്റെ വൺ ഓഫ് ദ മെയിൻ പ്രയോറിറ്റിയാണ് ഇപ്പോൾ എന്ത്, സോഷ്യൽ സ്കിൽസ് ബിൽഡ് ചെയ്യുക എന്നുള്ളത്. ഞാൻ അത്രയും ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ റെഡി ആക്കുക, ബിൽഡ് ചെയ്തെടുക്കുക. ഇറ്റ് ഈസ് പോസിബിൾ. ഓക്കെ, ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. See you in the next video.